ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നേരം എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ആലോചിച്ചേ ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ. ഇന്നൊക്കെ ഇപ്പോൾ കുറച്ച് പച്ചക്കറി ഇരിപ്പുണ്ട്, പനീർ ഇരിപ്പുണ്ട്, കുറച്ച് ഗ്രേവീസ് ഇരിപ്പുണ്ട്, ബിരിയാണി റൈസ് ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഉറപ്പിച്ചു ബിരിയാണി ഉണ്ടാക്കാം. ഞാൻ എങ്ങനെ ബിരിയാണി ഒക്കെ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. നമ്മൾ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ ബിരിയാണി ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് കല്യാണ വീട്ടിലേക്ക്, ഞങ്ങളുടെ നാട്ടിലേക്ക് കല്യാണ വീട്ടിൽ ചെല്ലാൻ നേരത്തെ പണ്ട് ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോഴേക്കും ഒരു ബിരിയാണി കിട്ടുമായിരുന്നു, വെജിറ്റബിൾ ബിരിയാണി. പക്ഷെ ഇപ്പം അത് എവിടെ അങ്ങനെ കഴിച്ചിട്ടില്ല ഇപ്പം. അപ്പോൾ ആ ഒരു ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഡയറ്റാണ്, പക്ഷെ ഇന്നൊരു ചീറ്റിംഗ് ഡേ. നമ്മൾ എടുത്തേക്കുന്ന ബസുമതി റൈസാട്ടോ. ഇത് നോക്കി, ഈ റൈസാണ്. ഏത് റൈസിലും ഉണ്ടാക്കാം. എനിക്ക് പക്ഷെ കുറച്ചും കൂടി ഇഷ്ടം നീളത്തിലുള്ള അരി കേട്ടോ. അപ്പം നമുക്ക് ആ റൈസിലുണ്ടാക്കാം. ഞാൻ കുറച്ച് നേരമായിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് കുതിർന്നിട്ടുണ്ടായിരിക്കും, നമുക്കൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാൻ ഈ കബോർഡെല്ലാം തുറന്നു നോക്കിയപ്പോഴേക്ക് സോയാ ചങ്ക്സ് ഇരിപ്പുണ്ടെന്നാണ് ശ്രദ്ധിച്ചത്. ഇത്തിരിയേ ഉള്ളൂ കേട്ടോ, ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു അന്നത്. കുറച്ചേ ഉള്ളൂ, എന്നാലും ഉള്ളതും ഉണ്ടല്ലേ, ഉള്ളതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇത് നമുക്കുണ്ടല്ലോ കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് ഇത് നമുക്ക് കുറച്ച് ഇട്ട് വെക്കാം. അപ്പോൾ ഇത് കുതിർന്ന് പൊങ്ങുമല്ലോ. ബാക്കിൽ കുറച്ച് മെസ്സിയാണ് കേട്ടോ. നമ്മൾ ക്വാർട്ടേഴ്സിലായതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്, സൗകര്യക്കുറവുകളുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോഴാണെങ്കിൽ നല്ല ചൂട് കാണും പുറത്ത്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇങ്ങനെയായിരുന്നോ പണ്ട് ആ വെജിറ്റബിൾ ബിരിയാണി അവർ ഉണ്ടാക്കിയതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ മിക്കപ്പോഴും ഇത് എൻ്റെതായ ഒരു രീതിക്ക് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി ബിരിയാണി. നമുക്കിതിനകത്തേക്കുള്ള ഉള്ള വെജിറ്റബിൾസ് മിക്കത് വിടാൻ കേട്ടോ. താഴത്ത് ക്വാർട്ടേഴ്സിൽ നിന്ന് കുക്കർ അടിക്കുന്ന ഒച്ചയൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോഴേക്കും എന്താ പറയുക, നമ്മുടെ ഇത് എൻ്റെതായ രീതിക്കാട്ടോ. ഇതിനകത്ത് ചിലപ്പം അവരുണ്ടാക്കുന്ന ചിലപ്പം ഈ ഒരു രീതിയൊന്നും അല്ലായിരിക്കും. എന്നാലും എന്തോ ഒരു കൊതി കാരണം ഇതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓരോ റീൽസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കുമല്ലോ നമുക്കിങ്ങനെ ഇന്നത് കഴിക്കാൻ തോന്നണം, ഇത് വേണം അത് വേണോ എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഇരുന്നപ്പോഴേക്കും ഫോണൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് വെജിറ്റബിൾ ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കര കൊതി. പിന്നെ ഓർത്ത് കുറേ നാളായിട്ട് ഡയറ്റിംഗ് ആണ്. അപ്പോഴേക്കും ഇതൊക്കെ തന്നെ കഴിച്ചുകൊണ്ടെന്ന് ചിലപ്പോൾ എനിക്ക് ഇനി വല്ല എന്താ ഒരു ഡിപ്രഷൻ പോലെ ആയിപ്പോയാലോ. അതുകൊണ്ട് ഓർത്തു ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് ഇത്തിരി കഴിക്കാം, ഇത്തിരി എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം എന്നുള്ള പ്ലാൻ ചെയ്തു. നമ്മുടെ ഇരിക്കുന്ന പനീർ ഇതാ കേട്ടോ. ഇതൊരു 200 ഗ്രാം ആണ്. ഇത്രയൊന്നും ഞാൻ എടുക്കുന്നില്ല, ഒരു 100 ഗ്രാം പകുതി മതി. നമുക്ക് പകുതി മുറിച്ചെടുക്കാം. ഇതില്ല മല്ലിയില, പുതിനയില, പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും, പിന്നെ നല്ല പെരിഞ്ചീരകയില്ലേ, പെരിഞ്ചീരകവും കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇതിലേക്കുണ്ടല്ലോ ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്പൈസസ് എല്ലാം ഞാൻ തട്ടിക്കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക്. പിന്നെ നമ്മൾ അരച്ച് വെച്ച നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അവിടെ അരച്ച് വെച്ചില്ലായിരുന്നോ, അതും കുറച്ചിട്ട് കൊടുത്തു. പിന്നെ ബിരിയാണിയിൽ നമ്മൾ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും അങ്ങോട്ട് കൊടുത്തു. ചോറ് ഓൾറെഡി വെന്തിട്ടുണ്ട് കേട്ടോ. ചോറ് വെന്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അത് ഉണ്ടാക്കി നോക്കാം. ഇതാട്ടോ നമ്മുടെ കിച്ചൺ. നമ്മളിവിടെ ഒരുപാട് എന്താ പറയുക, നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 മാസത്തോളമായി. ഞാനിങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ട് നമ്മളിത് ഒരുപാട് ജസ്റ്റ് പെയിൻ്റ് അടിച്ചു അന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. കാര്യം നമ്മൾ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുക. ആ സ്ഥലം ഏതാണെന്ന് പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വാർട്ടേഴ്സ് നിൽക്കുന്നവർക്ക് അറിയാം എൻ്റെ ബുദ്ധിമുട്ടല്ലേ.
കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നമ്മുടെ വീട്ടിലത്തെ അടുക്കള പോലെ അത്ര വലുതൊന്നും അല്ലായിരിക്കും, കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആണ്. പക്ഷെ എന്നാലും നമുക്കെന്താ ഈ കിട്ടുന്ന ഓരോ ക്വാർട്ടേഴ്സും നമുക്ക് നമ്മുടെ വീട് പോലെ കേട്ടോ. അതുമാത്രമല്ല എന്താ പറയുക, നമ്മളിപ്പം ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ട് ഏകദേശം ഒരു 6 മാസമായി. നമ്മൾ ഒരുപാട് ജസ്റ്റ് പെയിന്റ് അടിച്ചെന്നല്ലാണ്ട് ഒരുപാട് അങ്ങ് ഇതൊന്നും ആക്കിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 6 മാസം കഴിഞ്ഞ് നമുക്ക് എന്താ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആണ്, നമുക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരുപാട് അങ്ങ് ജസ്റ്റ് പെയിന്റ് അടിച്ചതല്ലാണ്ട് ഫർണിച്ചേഴ്സും പാത്രങ്ങളും ഒന്നും ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. പിന്നെ എല്ലാ വീഡിയോസിലും കുക്കിംഗ് വീഡിയോ ഒക്കെ കാണിക്കുന്ന പോലെ നല്ല നല്ല പാത്രങ്ങളൊന്നും എൻ്റെ ഇരിപ്പില്ല കേട്ടോ. കാരണം നമ്മൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് വേറെ സ്ഥലത്തേക്ക് പോകുന്നതുകൊണ്ട് തന്നെ എന്താ നമുക്കിത് കൊണ്ടുപോകാൻ പാടാ. അപ്പോഴേക്കും അതുകൊണ്ട് നമ്മൾ കുറച്ച് പാത്രങ്ങളും കുറച്ച് സാധനങ്ങളും എല്ലാം മാത്രമേ മേടിച്ചു വെച്ചിട്ടുള്ളായിരിക്കും. ഇതിൽ ചാറൊക്കെ ഒന്ന് പറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് ആ പനീറും കൂടി ഇതിനകത്ത് കേക്ക് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്താ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്താ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും നമ്മുടെ വീഡിയോസിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം എനിക്ക് അധികം വീഡിയോ എടുത്തൊന്നും വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോഴേക്കും എൻ്റെ ഇവിടുത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ ചാനൽ. അങ്ങനെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല എങ്കിലും ഉള്ള മെമ്പേഴ്സ് എന്തായാലും നമുക്ക് നമ്മളൊരു ഫാമിലിയാണ്. അപ്പോൾ ഉള്ളവർ നമ്മളെ എന്ത് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ആ മസാലയുടെ പുറത്തേക്ക് തന്നെ നമ്മൾ റൈസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സബോള വറുത്ത് ചേർക്കാൻ പറ്റുകയാണെങ്കിൽ അതും കൂടെ ചേർക്കുക. എൻ്റെ കയ്യിൽ എന്താ സബോള അത്ര ഇരിപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വറുത്ത് ചെയ്യുക. ഇതിനകത്തേക്ക് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഗ്രേവിയുടെ പുറത്തേക്ക് റൈസ് ഇട്ടിട്ടുണ്ട്. റൈസിൻ്റെ ഇനി ഞാൻ നമ്മൾ ഇതും കൂടെ ആഡ് ചെയ്യും കേട്ടോ. മല്ലിയിലയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടാം കേട്ടോ. നമുക്കൊന്ന് നമ്മളിത് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഒരു വിസിലൊന്നും അടിക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒരു വിസിലടിക്കാൻ പോകുന്ന ഒരു പരുവാകുമല്ലോ, അപ്പോഴേക്കും നമുക്കത് നിർത്തി കൊടുക്കാം. ഇതാ കേട്ടോ നമ്മുടെ ബിരിയാണി. അത്ര സൂപ്പർ ഒന്നുമല്ല, ഉള്ളത് കൊണ്ട് എന്താ നമ്മുടെ കൊതി തീർക്കാമെന്ന് പറയുമല്ലോ, അതുപോലെ ഉള്ളത് കൊണ്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊരു ബിരിയാണി. ഇതാണ് നമ്മുടെ ബിരിയാണി.